വസീഫ് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. വസീഫ്, ഇപ്പോൾ ഗണഗീതം പാടിയെന്ന് മാത്രമല്ല, പാടുന്നതിൽ തെറ്റില്ല എന്ന് കേന്ദ്രമന്ത്രിമാരും ആവർത്തിക്കുന്നു, സ്കൂൾ പ്രിൻസിപ്പളും ആവർത്തിക്കുകയാണ്. ഡിവൈഎഫ്ഐ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവിടെ രാജ്യം ഭരിക്കുന്ന BJP സംഘപരിവാരത്തിന് RSSന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ടാണ് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിന് അനുസൃതമായി രാജ്യത്തുടനീളം നമ്മുടെ ഭരണഘടനയെ, നമ്മുടെ ഫെഡറൽ തത്വങ്ങളെ എല്ലാം കാറ്റിൽ പറത്തുന്ന രീതി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, രാജ്യത്തിന്റെ മന്ത്രി അനുരാഗ് ഠാക്കൂർ ബഹിരാകാശ സഞ്ചാരിയെ കുറിച്ച് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഒരു സ്കൂളിൽ പോയപ്പോൾ ആ സ്കൂളിലെ കുട്ടികളോട് പറയാണ്, ആരാണ് ബഹിരാകാശ സഞ്ചാരി, ആരാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്. തീർത്തും ചരിത്ര വിരുദ്ധവും വസ്തുതാ വിരുദ്ധവുമായ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുന്നതിന്, വിദ്യാർത്ഥികളെ വർഗീയമായി ചേരിതിരിക്കുന്നതിന് ബോധപൂർവമായ ശ്രമം തുടർച്ചയായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം പാഠഭാഗങ്ങളിൽ തന്നെ ചരിത്ര ഭാഗങ്ങൾ വളരെ ആലോചനയോടുകൂടി വെട്ടിമാറ്റുന്ന സ്ഥിതിയുണ്ട്. അതിന്റെ എല്ലാം തുടർച്ച തന്നെയാണ് ഇവിടെ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു ഗണഗീതത്തിലേക്ക് RSS പാടുന്ന പാട്ട്, RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗീതം ഇവിടെ കുട്ടികളെ കൊണ്ട് ബോധപൂർവം പാടിപ്പിക്കുന്നത്. അത് അംഗീകരിക്കാൻ പറ്റില്ല. RSS ആഗ്രഹിക്കുന്നത് പോലെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇടപെടാൻ, രാജ്യത്തെ പൊതുസമൂഹത്തിലേക്ക് ഇടപെടാൻ ഉള്ള ശ്രമത്തെ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതിരോധിക്കും. രാജ്യത്തിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞത് പ്രകാരം ആ കുട്ടികളോട് ദേശഭക്തി ഗാനങ്ങൾ പാടാൻ പറഞ്ഞപ്പോൾ ആദ്യം വന്ദേഭാരതം പാടി, അതിന് ശേഷം രണ്ടാമത് പാടി എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ പല സ്കൂളുകളിലും ഗണഗീതം പഠിപ്പിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പരിശോധിക്കുമോ? തീർച്ചയായിട്ടും ഈ മാനേജ്മെന്റ് സ്കൂളുകളിൽ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആ സ്കൂളുകളിലെ പാഠഭാഗങ്ങളിൽ ഇങ്ങനെ കുട്ടികളെ പാഠഭാഗങ്ങളുടെ പുറത്തോ മറ്റോ ഒക്കെ ആയി ഇതുപോലെയുള്ള വർഗീയ ചുവയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നാടിന്റെ പുരോഗമന സ്വഭാവം നിലനിർത്തുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. തീർച്ചയായും